എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ കഴിയുന്ന 5 വെബ്സൈറ്റുകളെ പറ്റിയിട്ടാണ് പറഞ്ഞുതരാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന 5 വെബ്സൈറ്റുകളും നിങ്ങൾക്ക് 100% ജെന്യൂൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളാണ്. അപ്പോൾ ഈ വെബ്സൈറ്റുകളിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യാന്നുള്ളൊരു ജനറൽ ആയിട്ടുള്ള ഐഡിയ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതേപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ ഓരോന്നിനെയും പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ വെബ്സൈറ്റാണ് അപ്പൻ. ഇതിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ എവാലുവേറ്റർ, സെർച്ച് എഞ്ചിൻ എവാലുവേറ്റർ, ട്രാൻസ്ലേഷൻ, ടെക്സ്റ്റ് ടു സ്പീച്ച്, അനോട്ടേഷൻ എന്നീ ജോബ്സ് ഒക്കെ ചെയ്യാവുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടോ ഡെസ്ക്ടോപ്പ് യൂസ് ചെയ്തുകൊണ്ടോ വർക്ക് ചെയ്യാവുന്നതാണ്. മറ്റുള്ള വെബ്സൈറ്റുകളെ പോലെ നിങ്ങൾ വർക്കിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിങ്ങൾക്ക് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്തതിനു ശേഷം ജോബ്സ് ഒക്കെ അതിൽ ലിസ്റ്റ് ചെയ്തേക്കും. നിങ്ങൾക്ക് അതനുസരിച്ച് സെലക്ട് ചെയ്തതിനു ശേഷം വർക്ക് ചെയ്യാവുന്നതാണ്. പേനീർ ആയിരിക്കും നിങ്ങളുടെ പേയ്മെൻറ്റ് മോഡ്. രണ്ടാമത്തെ വെബ്സൈറ്റാണ് അപ്വർക്ക്. ഒട്ടനവധി ഡാറ്റ എൻട്രി വർക്ക്സ് ലഭിക്കുന്ന ഒരു വെബ്സൈറ്റാണ് അപ്വർക്ക്. ഇതിനായി നമ്മുടെ എക്സ്പീരിയൻസ്, സർട്ടിഫിക്കേഷൻ ഇവയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഒരു ദിവസത്തിനുള്ളിൽ നമ്മുടെ അക്കൗണ്ട് അപ്രൂവ് അല്ലെങ്കിൽ റിജക്റ്റ് എന്ന് മെയിൽ വരുന്നതായിരിക്കും. അപ്രൂവ് ആയി കഴിഞ്ഞാൽ ക്ലയൻറ്റിന് പ്രപ്പോസൽ അയച്ച് വർക്കിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. റിജക്റ്റ് ആവുകയാണെങ്കിൽ നമുക്ക് പിന്നെയും അപ്ലൈ ചെയ്യാവുന്നതാണ്. പേപാൽ വഴി നമുക്ക് പേ ഔട്ട് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ വെബ്സൈറ്റാണ് ഫൈവർ. $5 സർവീസുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഫൈവർ എന്ന് പേര് വരാൻ കാരണം. അക്കൗണ്ട് സെറ്റപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ എക്സ്പേർട്ട് ആയിട്ടുള്ള വർക്കുകളിൽ ഗിഗ് ക്രിയേറ്റ് ചെയ്യുക. ക്ലയൻറ്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ വർക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. വർക്കിനനുസരിച്ചിട്ടുള്ള എമൗണ്ട് സെറ്റ് ചെയ്യാവുന്നതാണ് ഗിഗിൽ. പേപാൽ അല്ലെങ്കിൽ പേനീർ വഴിയാണ് പേ ഔട്ട് ചെയ്യുക. നാലാമത്തെ വെബ്സൈറ്റാണ് ട്രൂലാൻസർ. ഇതൊരു ഇന്ത്യൻ വെബ്സൈറ്റ് ആണ്. നമ്മുടെ സ്കിൽസ് അനുസരിച്ചിട്ടുള്ള ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ് വരുമ്പോൾ അപ്ലൈ ചെയ്യുക. ഇതിൽ മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോൺടെസ്റ്റുകളിൽ പങ്കെടുക്കാം. കോൺടെസ്റ്റുകളിൽ വിന്നർ ആവുകയാണെങ്കിൽ ആ പ്രൈസ് എമൗണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ബാങ്ക് അക്കൗണ്ട് വഴി നമുക്ക് പേ ഔട്ട് ചെയ്യാവുന്നതാണ്. അഞ്ചാമത്തെ വെബ്സൈറ്റാണ് ഫ്രീലാൻസർ. അക്കൗണ്ട് സെറ്റപ്പ് ചെയ്തതിനു ശേഷം ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റിന് ബിഡ് ക്രിയേറ്റ് ചെയ്യുക. അവർ അപ്രോച്ച് ചെയ്യുമ്പോൾ വർക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. ഫ്രീലാൻസറിനെ പോലെ കോൺടെസ്റ്റുകൾ ഫ്രീലാൻസറിലും ലഭ്യമാണ്. എമൗണ്ട് പേ ചെയ്തുകൊണ്ടുള്ള വർക്കുകൾ എടുക്കാതിരിക്കുക. പേപാൽ വഴിയാണ് നമ്മൾ പേ ഔട്ട് ചെയ്യുക. ഈ പറഞ്ഞ വെബ്സൈറ്റുകളെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഡീറ്റെയിൽഡ് വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മണി മേക്കിംഗ് വീഡിയോസ് ഇൻട്രസ്റ്റ് ഉള്ളവർ ചാനലിലെ മറ്റു വീഡിയോസുകൾ കൂടി കയറി കാണുക. താങ്ക്സ് ഫോർ വാച്ചിങ്.